നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠവലിയിലെ രണ്ടാമത്തെ ഏകകത്തിലെ കലയുടെ വേരുകൾ എന്ന ഏകകത്തിലെ കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗമാണ്. കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗം പ്രശസ്ത കഥകളി നടനായ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയായ തിരുനോട്ടത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ്. ഇതിൽ പറയുന്നത് തൻ്റെ ബാല്യകാല അനുഭവങ്ങളാണ് കലാകാരൻ സൂചിപ്പിക്കുന്നത്. തൻ്റെ ബാല്യകാലത്ത് കഥകളി കാണാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവവും തുടർന്ന് അദ്ദേഹം വലിയൊരു കഥകളി നടനാവാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച സംഭവവുമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ പറയുന്നത്. നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുന്നത് ആദ്യം കഥകളി എന്താണെന്നും തുടർന്ന് കലാമണ്ഡലം രാമൻകുട്ടി നായരെയും അതിനുശേഷം പാഠഭാഗത്തിലേക്കും പ്രവേശിക്കുന്നു. കളിവിളക്കിൻ തിരുനാളം. ആദ്യം നമുക്ക് കഥകളിയെ പരിചയപ്പെടാം. കഥകളി കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ്. നൃത്തം, നാട്യം, ഗീതം, വാദ്യം, സാഹിത്യം എന്നിവയുടെ സമന്വയമാണ്. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി രൂപം കൊണ്ടത്. കഥാപാത്രങ്ങൾ, അവരുടെ വേഷങ്ങൾ, രംഗങ്ങൾ എന്നിവയെല്ലാം വളരെ സവിശേഷമായ രീതിയിലാണ് കഥകളിയിൽ അവതരിപ്പിക്കുന്നത്. അടുത്തത് കഥകളിയിലെ വേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വേഷവിധാനം. കഥകളിയിലെ വേഷങ്ങൾ പ്രധാനമായി 5 തരത്തിലാണുള്ളത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇതിൽ ആദ്യത്തെ വേഷം പച്ചവേഷം. പച്ചവേഷം എന്നത് ശുദ്ധരും നല്ലവരുമായ കഥാപാത്രങ്ങളാണ്. ഉദാഹരണത്തിന് വീരനും ധാർമ്മികനുമായ ഒരു രാജാവ്. പച്ചവേഷത്തിൻ്റെ ചിത്രവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് കത്തി. കത്തിവേഷം എന്നത് ദുഷ്ട സ്വഭാവമുള്ള രാജാക്കന്മാരാണ്. ഉദാഹരണത്തിന് ദുര്യോധനൻ. ഇതാണ് കത്തിവേഷം എന്ന് പറയുന്നത്. കത്തിവേഷം എന്നത് ദുഷ്ട സ്വഭാവമുള്ള രാജാക്കന്മാർ ഉള്ള വേഷമാണ്. അടുത്തതാണ് കരി. കരി എന്നത് രാക്ഷസിമാരെയും ദുഷ്ട സ്ത്രീകളെയും പ്രതിനിധീകരിക്കുന്നു. കരിവേഷം രാക്ഷസിമാരെയും ദുഷ്ട സ്ത്രീകളെയും പ്രതിനിധീകരിക്കുന്നു. അടുത്തതായി താടി. താടി എന്നത് ക്രൂരരായ രാക്ഷസരെയും കാട്ടാളരെയും അവതരിപ്പിക്കുന്നതാണ് താടി. ഇതിൽ ചുവന്ന താടി ഉപയോഗിക്കുന്നത് കൂടുതൽ ക്രൂരമായിട്ടുള്ളവരാണ്. കറുത്ത താടി ഉപയോഗിക്കുന്നത് കാട്ടാളരാണ്. അടുത്ത 5ാമത്തെ വേഷമാണ് മിനുക്ക്. മിനുക്ക് എന്നത് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷമാണ്. അപ്പോൾ നമ്മൾ കഥകളി എന്താണെന്ന് നോക്കി, അതിനുശേഷം കഥകളി വേഷങ്ങൾ പരിചയപ്പെട്ടു. അടുത്തത് കഥകളി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ചടങ്ങുകളുണ്ട്. അതാണ് നമ്മളിനി അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത്. ചടങ്ങുകൾ. ആദ്യത്തെയാണ് കേളികൊട്ട്. കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന മേളമാണ് കേളി. സന്ധ്യയ്ക്ക് മുമ്പാണ് കേളികൊട്ട്. കഥകളിയുടെ അസുരവാദ്യങ്ങളായ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം ഇവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മേളപ്രയോഗമാണ് കേളികൊട്ടെന്ന് പറയുന്നത്. ചെണ്ടയും മദ്ദളവും ചേങ്ങില, ഇലത്താളം ഇവയെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മേളപ്രയോഗമാണ് കേളികൊട്ട്. അടുത്തതാണ് അരങ്ങുകേളി. അരങ്ങുകേളി എന്നത് കളി തുടങ്ങിക്കഴിഞ്ഞുവെന്നറിയിക്കുന്ന ഒരു ഗണപതി കൊട്ടാണ്. ചെണ്ടയില്ലാതെ മദ്ദളവും ചേങ്ങിലയും ഇലത്താളവും ഈ അരങ്ങുകേളിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ദൈവവാദ്യമായ മദ്ദളം ആദ്യമായി അരങ്ങെത്തിക്കുന്നത് കൊണ്ട് പ്രത്യേക ഐശ്വര്യം കൈവരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ശുദ്ധമദ്ദളം, കേളിക്കായ്, ഗണപതി കൊട്ട് എന്നീ പേരുകളും നമ്മുടെ ഈ അരങ്ങുകേളി എന്ന ചടങ്ങിന് പറയുന്നുണ്ട്. അടുത്തതാണ് തോടയം. തോടയം എന്നത് ഇഷ്ടദേവതാ പൂജയാണ്. കുട്ടിത്തരം വേഷക്കാർ തിരശീലയ്ക്ക് പുറകിൽ നിന്ന് നടത്തുന്ന സ്തുതിപരമായ ഒരു നൃത്തമാണ് തോടയം എന്ന് പറയുന്നത്. അടുത്തതാണ് വന്ദന ശ്ലോകം. തോടയം കഴിഞ്ഞാൽ ഗായകൻ ഇഷ്ടദേവതാ സ്തുതിപരമായ വന്ദനാ ശ്ലോകങ്ങൾ ആലപിക്കുന്നു. അതിനുശേഷം ആണ് പുറപ്പാട്. ഒരു പുരുഷവേഷവും സ്ത്രീവേഷവും തിരശീല നീക്കി രംഗത്തു ചെയ്യുന്ന ഒരു പ്രാർത്ഥനാപരമായ ഒരു ചടങ്ങാണ് പുറപ്പാട്. പുറപ്പാടിൻ്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ. അതിനുശേഷമാണ് മേളപദം. മേളപദം എന്നത് പുറപ്പാടിനു ശേഷം ജയദേവൻ്റെ ഗീതാഗോപത്തിലെ 21 അഷ്ടപതിയായ മഞ്ജുതര കുഞ്ചുതല കേളി സദനെ എന്നതിൻ്റെ ആദ്യത്തെ 8 ചരണങ്ങൾ വ്യത്യസ്ത രാഗങ്ങളിൽ പാടുന്നതാണ് മേളപദം എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്ന പ്രശസ്തരായ കഥകളി നടന്മാരെയാണ്, കഥകളി കലാകാരന്മാരെയാണ്.
ആദ്യത്തെയാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്ന കഥകളി നടൻ. രണ്ടാമത്തേത് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി. മൂന്നാമത്തേത് മാങ്കുളം വിഷ്ണു നമ്പൂതിരി. 4 കലാമണ്ഡലം ഗോപി. 5 ചവറ പാറുക്കുട്ടിയമ്മ. 6 കലാമണ്ഡലം രാമൻകുട്ടി നായർ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കലാമണ്ഡല രാമൻകുട്ടി നായരുടെ തിരനോട്ടം എന്ന ആത്മകഥയിലെ ഒരു ചെറിയ ഭാഗമാണ്. അപ്പോൾ നമ്മൾ കലാമണ്ഡല രാമൻകുട്ടി നായർ ആരാണെന്നാണ് ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. കലാമണ്ഡലം രാമൻകുട്ടി നായർ കഥകളി നടനും കേരള കലാമണ്ഡലത്തിലെ മുൻ അധ്യാപകനും പ്രിൻസിപ്പാളും ആയിരുന്നു. കഥകളിയിൽ തൻ്റെ മികച്ച വേഷങ്ങളിലൊന്നായി ഹനുമാൻ വേഷം മാറ്റിയെടുത്ത രാമൻകുട്ടി നായർ ഒറ്റപ്പാലം താലൂക്കിലെ വെള്ളിനേരിയിൽ 1925 ജനിച്ചു. 11-ാം വയസ്സിൽ കേരള കലാമണ്ഡലത്തിൽ ചേർന്നു. പിന്നീട് അവിടെ തന്നെ അധ്യാപകനാവുകയായിരുന്നു. അരങ്ങു തന്നെ ജീവിതമാക്കിയ ആ മഹാനടന് 2014 പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. 1967 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും 1969 കേരള സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചു. കലാമണ്ഡലം സ്പെഷ്യൽ അവാർഡ്, കേരള സർക്കാരിൻ്റെ പ്രഥമ കഥകളി പുരസ്കാരം, കാളിദാസ സമ്മാനം, എമിറ്റ്സ് ഫെലോഷിപ്പ്, നർത്തക ചക്രവർത്തി അവാർഡ്, കലാമണ്ഡല ഫെലോഷിപ്പ് ബഹുമതികളും നേടിയിട്ടുണ്ട്. തിരനോട്ടം എന്ന പേരിൽ രാമൻകുട്ടി നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കലാമണ്ഡല രാമൻകുട്ടി നായരെക്കുറിച്ച് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ 73 മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. ഇത് 2005 ദില്ലി രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഇന്ത്യൻ പനോരമയിലും ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2013 മാർച്ച് 13 അന്തരിച്ചു. ഇനി നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. കളിവിളക്കിൻ തിരുനാളം. ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു. മറ്റു കുട്ടികളെപ്പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കിത്തിരക്കിയിരിക്കും. കഷ്ടിച്ച് കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടുമുണ്ടാകും. എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഹഠാത് ആകർഷിച്ചത് ഹനുമാന്റെ വേഷമാണ്. അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ. അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം. ഒരിക്കൽ ഉത്സവക്കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിന് മുന്നിൽ ചെന്നിരുന്നു. കളി തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല. ഞങ്ങളിൽ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലെത്തി. അണിയറയുടെ വാതിൽ പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴതാ അങ്ങേ തലയ്ക്കൽ ഒരു സാധനം അനക്കമറ്റിരിക്കുന്നു. നിലവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. ആശാരിക്കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അതെന്ന് പിന്നീട് മനസ്സിലായി. ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തു. വാതിൽ കുറേശ്ശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് നീങ്ങി തുടങ്ങി. ഓർക്കാപ്പുറത്ത് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി 4 ചവിട്ട്. വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ്. ഇത് ഞങ്ങൾക്കറിയില്ല. പേടിച്ച് വരേണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി. അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയാൽ ഒരു പൊട്ടക്കുണ്ടിലാണ് വന്ന് ചാടുക. കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ. ഇതറിയാതെ ഞങ്ങൾ ഓടി. കൂട്ടത്തോടെ ചെന്ന് വീണതോ ഒരു കുണ്ടിലും. അപ്പോഴും കച്ചമണികളുടെയും മടമ്പടിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രസ്തുത രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ? കൊട്ടിപ്പിടഞ്ഞ് എണീറ്റോടാൻ നോക്കി. സമാധാനം. വേഷം ഞങ്ങളുടെ പുറകെ ഇല്ല. അരങ്ങത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല. കാരണം കഥകളി അണിയറകളിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും അവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ. ഇത്രയുമായപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു. ഇനി എന്തായാലും കഥകളി കാണുക തന്നെ എന്ന് തീരുമാനിച്ചു. വീണ്ടും അരങ്ങിന് മുമ്പിലെത്തി. അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു. അതിൽ രാക്ഷസന്മാരുമായുള്ള യുദ്ധചാബല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു.
യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസവേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു. ഞങ്ങൾക്ക് രസം പിടിച്ചു. അതിനിടയിൽ ഉങ്ങിൻ്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻക നേരെ തെറിച്ച് എൻ്റെ മൂക്കിമേൽ തട്ടി. കലശലായ വേദന അനുഭവപ്പെട്ടു. അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാറായിരുന്നു. എണീറ്റ് വീട്ടിലേക്ക് നടന്നു. ആ വേദന കുറേ ദിവസം നീണ്ടു നിന്നു. തിരനോട്ടം കലാമണ്ഡലം രാമൻകുട്ടി നായർ. അപ്പോൾ നമ്മൾ പാഠഭാഗത്ത് എന്താണ് ദർശിച്ചത്? കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ തിരനോട്ടം എന്ന ആത്മകഥയിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ പഠിച്ചതല്ലേ. അതിനകത്ത് എന്താണ്, തൻ്റെ ബാല്യകാലത്ത് തന്നെ കഥകളി നടനാവാൻ ഏറ്റവും പ്രേരിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ച് നടൻ വിവരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് കലാമണ്ഡല രാമൻകുട്ടി നായർ കഥകളി അവതരിപ്പിക്കുന്ന ഒരു ചെറിയ വീഡിയോ കാണാം. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.